കളി എങ്ങനെ തോൽപ്പിക്കാമെന്ന് പന്തിനോട് ചോദിച്ചാൽ മതി. പന്ത് പറഞ്ഞൊരു എങ്ങനെ ജയിക്കുന്ന ഒരു കളിയെ കൊണ്ട് തോൽപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഏകദേശം പന്തിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ യാദവിനെ റൺഔട്ട് ആക്കി. എന്നാൽ ആ സ്ഥാനത്ത് അശുതോഷിനെ ആയിരുന്നു റൺഔട്ട് ആക്കിയിരുന്നെങ്കിലോ മാച്ച് ഇന്ന് LSG ജയിച്ചു പോയാണ്. രണ്ടാമത് അവസാനത്തെ ഓവറിൽ സിദ്ധാർത്ഥ് എന്ന ലെഫ്റ്റ് ഹാൻഡർമാരുടെ ഒരു ടിപ്പിക്കൽ ഡെലിവറി, മോഹിത് ശർമ്മ ഇറങ്ങി വന്ന് ഒരു സിംഗിളിന് ശ്രമിക്കുന്നു, മിസ്സായി പന്തിന്റെ കയ്യിലോട്ട് വരുന്നു. ആ ഒരു സ്റ്റംപിങ് ചാൻസ് പന്ത് കൊണ്ട് കളയുന്നു. മാച്ച് അതോടെ കയ്യിൽ നിന്ന് തന്നെ പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്ത ബോൾ സിംഗിൾ എടുക്കുന്നു, അശുതോഷ് ശർമ്മ വരുന്നു, അടുത്ത ബോളിൽ അടിക്കുന്നു, ടീമിനെ ജയിപ്പിക്കുന്നു. ഇന്നത്തെ മത്സരത്തിന്റെ പരാജയത്തിന് മെയിൻ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പന്തിന്റെ ക്യാപ്റ്റൻസി. ഇന്നത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ വളരെ മോശമായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ ദിവസം ഉണ്ടല്ലോ, നല്ല ദിവസം, വളരെ നല്ല ദിവസം, മോശം ദിവസം, വളരെ മോശം ദിവസം. ആ ഒരു വളരെ മോശം ദിവസം തന്നെയായിരുന്നു പന്തിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും വളരെ മോശം പെർഫോമൻസ്. അവരുടെ മാനേജ്മെൻറ്റും എന്തായാലും ഇന്ന് തലയിൽ കൈവെക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പന്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ. ജയിച്ച കളിയായിരുന്നു എന്തുകൊണ്ടും. ഏകദേശം ഒന്ന് പരിശോധിക്കുക, 65 റൺസിൽ 5 വിക്കറ്റ്. അതായത് അവരുടെ മെയിൻ ബാറ്റേഴ്സ് എല്ലാം കൂടാരം കയറി എന്ന് പറയേണ്ടിയിരിക്കും. പിന്നെ ഉള്ളത് വാലറ്റവും ബോളർമാരും മാത്രമാണ്. അവിടെ നിന്ന് ഡൽഹി മാച്ച് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അവിടുന്ന് ഈ മാച്ച് എന്തായാലും ഡൽഹി ജയിക്കുന്നു. എല്ലാവരും അശുതോഷ് ശർമ്മയ്ക്കാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. എന്നാൽ നമുക്കവിടെ കാണേണ്ട കാര്യം വിപ്രാജ് നിഗത്തിൻ്റെ ആ ഒരു ഇന്നിങ്സാണ് അശുതോഷ് ശർമ്മയുടെ ആ ടെൻഷനെ എടുത്ത് മാറ്റിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അശുതോഷ് ശർമ്മയുടെ സ്റ്റാർട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20 ബോളിൽ 20 റൺസാണ് ആദ്യമേ കണ്ടെത്തുന്നത്. പിന്നാണ് 11 ബോളിൽ 50 റൺസ് കൂടെ പുള്ളി ചേർക്കുന്നത്. അതായത് വിപ്രാജ് നിഗം ആ ഒരു ഇന്നിങ്സ് കളിക്കുന്നത് ഏകദേശം 15 ബോളിൽ നിന്ന് 39 റൺസ് വിപ്രാജ് നിഗം അടിക്കുന്നു. ആ ഒരു ഇന്നിങ്സിലാണ് അശുതോഷ് ശർമ്മയ്ക്ക് മേലുള്ള ആ ടെൻഷൻ മാറിയതും. പിന്നെ അത് കഴിഞ്ഞാൽ അശുതോഷ് ശർമ്മ നല്ലൊരു ഇന്നിങ്സ് കളിക്കാനും ഇടയായി തീർന്നു. ഏകദേശം നമുക്ക് മനോഹരമായ ഒരു ഇന്നിങ്സ് എന്ന് പറയണം. ചുമ്മാ അനാവശ്യ ഷോട്ടുകൾക്കൊന്നും കളിക്കാതെ പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട് തന്നെ കളിച്ച് ആ ടീമിനെ വിജയത്തിലോട്ട് കൊണ്ടുപോയി തന്നെ പറയേണ്ടിയിരിക്കും. നല്ല മനോഹരമായ ഒരു ഇന്നിങ്സ്. അശുതോഷ് ശർമ്മയെ നമുക്കറിയാം, പഞ്ചാബിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യവും പലപ്പോഴും നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ 1-2 റൺസിനൊക്കെ മാച്ച് പഞ്ചാബ് പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ കേടുകളും ഈ പ്രാവശ്യം തന്നെ അശുതോഷ് ശർമ്മ മാറ്റി ഡൽഹിക്ക് വേണ്ടി ഒരു റെക്കോർഡും ചെയ്തു കൊടുത്തു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു 200+ റണ്ണ് ഡൽഹി ചേസ് ചെയ്യുന്നത്. അപ്പം തന്നെ ഡൽഹിയുടെ ഒരു ബാറ്റിങ്ങിൻ്റെ വീക്ക്നെസ് നമുക്ക് മുൻകാലങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. മനോഹരമായ ഒരു ഇന്നിങ്സ് എന്തായാലും അശുതോഷ് ശർമ്മ കളിച്ചു. അതുപോലെ തന്നെ വിപ്രാജ് നിഗവും കളിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അശുതോഷ് ശർമ്മ ഏകദേശം 31 ബോളിൽ 66 റൺസ് എടുക്കുന്നു, 5 4ഉം 5 6ഉം അടിക്കുന്നു. വിപ്രാജ് നിഗം ആണെങ്കിൽ 15 ബോളിൽ 39 റൺസ് എടുക്കുന്നു, 5 ബൗണ്ടറി 2 6ഉം അടിക്കുന്നു. കൂടാതെ സ്റ്റബ്സിന്റെ ഒരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാനിടയായി. 22 ബോളിൽ 34 റൺസ് എടുത്ത് ഒരു നല്ലൊരു ഇന്നിങ്സ് എന്തായാലും സ്റ്റബിനും കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അക്ഷർ പട്ടേലിനും ഒരുവിധം ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അങ്ങനെ എന്തായാലും ആദ്യത്തെ കളിയിൽ ഡൽഹിയെ വിജയിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടും ഡൽഹി തന്നെയായിരുന്നു ഇവിടെ ജയിക്കേണ്ടിയിരുന്നത്. ഇന്ന് ഡൽഹിയുടെ ബോളിംഗ് ഒന്ന് പരിശോധിക്കുമ്പോഴത്തേന് ഏതായാലും 12ാമത്തെ ഓവറിൽ മുകേഷ് കുമാർ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നു. അവരുടെ മെയിൻ ബാറ്ററായിരുന്ന നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മിച്ചൽ മാഷിനെ ഔട്ടാക്കുന്നു. അത് കഴിഞ്ഞ് മിച്ചൽ സ്റ്റാർക്ക് പൂരനെ ഔട്ടാക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കുൽദീപ് യാദവ് ആയാലും അക്ഷർ പട്ടേൽ ആയാലും മോഹിത് ശർമ്മ ആയാലും മനോഹരമായി ബോൾ ചെയ്യുന്നു. ഒരു 240-250 റൺസിലോട്ട് പോകേണ്ട സ്കോറിനെ എന്തായാലും അവർ പിടിച്ച് ഒരു 209 റൺസിന് എന്തായാലും LSG പിടിച്ചു കെട്ടാൻ അവർക്കായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഒരു 40 റൺസിന്റെ എന്തായാലും ഒരു കുറവുണ്ട്. എന്നാൽ ആ സ്കോറിനെ അവർക്ക് എന്തായാലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു കംബാക്ക് ചെയ്യാൻ അവർക്കായി. പ്രത്യേകിച്ച് അക്ഷർ പട്ടേലിനും കുൽദീപ് യാദവിനും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്നാൽ ബാറ്റിങ്ങിൽ ചില കൺസേൺസ് ഉണ്ട്. KL രാഹുൽ എന്തായാലും ഒരു അച്ഛനായിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ടീമിന്റെ ഭാഗമായിട്ടില്ലായിരുന്നു. അടുത്ത കളിയിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നോക്കേണ്ടത് ജാക്ക് ഫ്രൈസർ. കഴിഞ്ഞ സീസണിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എങ്കിലും പിന്നെ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിൽ ഇടം പിടിക്കുന്നു. അത് കഴിഞ്ഞ് പാകിസ്ഥാനെതിരെ നടക്കുന്ന മത്സരങ്ങളിലൊന്നും ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന മത്സരങ്ങളിലൊന്നും ഭേദപ്പെട്ട ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഏകദേശം പുള്ളിക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2024 ഒരു പെർഫോമൻസ് IPL കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി കാഴ്ചവെച്ചിട്ടില്ല. എന്തായാലും ഫസ്റ്റ് മത്സരമാണ്, എന്തായാലും കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡുപ്ലസി ഒരു
തുടക്കം തുടങ്ങി നോക്കുവാണെങ്കിൽ ഋഷഭ് പട്ടേലും സ്റ്റബ്സും ഒരു ഭേദപ്പെട്ട ഒരു മാച്ച് കളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എടുത്തു പറയേണ്ടത് അവരുടെ LSGയുടെ ബോളിംഗ് ആണ്. നോക്കുമെങ്കിൽ രവി വിഷ്ണു ആയാലും ഒരുപാട് റണ്ണ് വഴങ്ങുന്നതായിട്ടാണ് കണ്ടത്. സുധോക് ശർമ്മയ്ക്കായാലും യുവരാജ് സിംഗിനുള്ള ഒരു അഡ്വാൻറ്റേജ് അതായിരുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളർമാരെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ അവർക്കായി. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെയിൻ പ്ലേയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് എന്നാലും ആ വിജയത്തിൽ അത് ബാധിച്ചെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ബോളിങ്ങിന് ആവേഷ് ഖാൻ ആയാലും മയങ്ക് യാദവ് ആയാലും മോസിൻ ഖാൻ ആയാലും അതൊക്കെ ആ ഒരു ഇഞ്ചറി എന്തായാലും ബോളിങ്ങിനെ ബാധിച്ചു എന്ന് പറയണം. LSGയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിൽ വലിയ കൺസേൺ ഇല്ല. മിച്ചൽ മാർഷ് നല്ല ഫോമിലേക്ക് തിരിച്ചു വരുന്നു. നിക്കലസ് പൂരൻ നല്ല ഫോമിൽ കളിക്കുന്നു. ഡേവിഡ് മില്ലർ ഇപ്പോൾ ചിന്തിക്കുമായിരിക്കും, സൗത്ത് ആഫ്രിക്ക ടീമിൽ കളിച്ചാലും ഒറ്റയ്ക്ക് അവസാനം ആരും കാണത്തില്ല കൂട്ടിന്, IPL കളിച്ചാലും അവസാനം ആരും കാണത്തില്ല കൂട്ടിന്. പുള്ളിക്കും അവസാനം അങ്ങ് ടെൻഷനായെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് ഗിയർ ചേഞ്ചായി വരാൻ മില്ലർക്കും ടൈം എടുത്തു. എന്നാൽ അവസാനത്തെ ആ 2 ബോൾ അടുപ്പിച്ച് മോഹിത് ശർമ്മയെ 6 അടിച്ചെന്തായാലും ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് ടീമിനെ കൊണ്ട് എത്തിക്കാൻ ഡേവിഡ് മില്ലർക്ക് വാങ്ങി. നോക്കുവാണെങ്കിൽ LSGയുടെ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. പക്ഷേ ബോളിങ്ങിൽ കൺസേൺ ഉണ്ട്. അതുപോലെ തന്നെ പന്തിനെ ഏത് പൊസിഷനിൽ കളിപ്പിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയം. നമ്പർ 3 പരീക്ഷിച്ചതാണ്, എന്തായാലും അത് സക്സസ് ആയില്ല. അതേ സെയിം പെർഫോമൻസ് തന്നെ ആണെന്ന് തോന്നുന്നു ഇവിടെ കാഴ്ചവെക്കുന്നത്. നമ്പർ 4 എനിക്ക് തോന്നുന്നില്ല ഒരു നല്ലൊരു പൊസിഷൻ ആണ് എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത കളിയിൽ മാക്രാത്തെയാണ് മാറ്റി നിർത്തിയിട്ട് ഋഷഭ് പന്തും മിച്ചൽ മാഷും കൂടെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. ക്യാപ്റ്റൻസി ആദ്യമായിട്ടൊന്നും അല്ല ഋഷഭ് പന്ത് ചെയ്യുന്നത്, എന്നാൽ ഇന്ന് വളരെ ഓഫായിരുന്നു. ഒരു ക്രിക്കറ്റ് ബാറ്റർ എന്ന നിലയിൽ 2020 ഋഷഭ് പന്തിൻ്റെ ഭാവിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. 1 ദിവസങ്ങളിലെ ആശങ്കയെല്ലാം മാറ്റി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പന്തിനാവട്ടെ.